ഹായ് ഗൈസ്, രാവിലെ എണീച്ച് ഗ്രൗണ്ടിൽ പോകാൻ റെഡിയാവാൻ നിൽക്കുന്ന സമയത്ത് നല്ലൊരു മഴ വന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മഴയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കുടയെടുത്തിട്ട് അങ്ങനെ ഇറങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് എത്തിയതും മഴ പോയി. ഗ്രൗണ്ടിൽ പക്ഷേ അത്യാവശ്യം ചളി ഉണ്ടായിരുന്നു. ചളി എന്ന് പറയുമ്പോൾ വഴുക്കലാണ്. നമ്മൾ ശ്രദ്ധിച്ച് ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴുക്കും. വഴുക്കി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, നല്ലൊരു ഇഞ്ചുറി അങ്ങോട്ട് വരും. അപ്പോൾ പതുക്കെ ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ പതുക്കെ ഓടാന്ന് പറഞ്ഞിട്ട് ഒരു ഈസി റൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇന്നും വന്നത്. അപ്പം ഇന്ന് ഗ്രൗണ്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ വാമപ്പ് സ്റ്റാർട്ട് ചെയ്തു. വാമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആരും വാമപ്പ് ചെയ്യാണ്ട് ഒരിക്കലും റണ്ണിങ് അതുപോലെ ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യരുത്. വാമപ്പ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം അങ്ങനെ വാമപ്പും കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ പതുക്കെ ഓടാൻ തുടങ്ങി. സാധാരണ ഓടുന്നതിനേക്കാളും ഭയങ്കര സ്ലോയിലാണ് ഓടിയത്, കാരണം വഴുക്കലുണ്ട്. റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് സ്ലോയിൽ ഓടിയത്. റീസെൻ്റ് ആയിട്ട് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ബിഗിനേഴ്സ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ഷിൻ പെയിൻ വരുന്നുണ്ട്, അതെങ്ങനെയാണ് മാറുക, ഷിൻ പെയിൻ മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആക്ച്വലി ഈ ഷിൻ പെയിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് വന്നിട്ട് തന്നെ മാറണം. അത് വേറെ ഒന്നും ചെയ്യാനില്ല. നല്ല ഷിൻ പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കുക, ഐസൊക്കെ വെച്ച് റെസ്റ്റ് എടുക്കുക. പിന്നെ നിങ്ങൾ ലോ ഇൻറ്റൻസിറ്റിയിൽ ഓടുക. അങ്ങനെ പതുക്കെ പതുക്കെ ഓടിയിട്ട് തന്നെ അത് ശരിയാണോ. അതിൻ്റെ ഒപ്പം തന്നെ ലെഗിനെ സ്ട്രെങ്തനിങ് ചെയ്യാനും അതുപോലെ തന്നെ ഷിൻ ബോണ്ട് അവിടുത്തെ സ്ട്രെങ്തനിങ് ചെയ്യാനുള്ള കുറച്ച് എക്സസൈസുകളുണ്ട്. ടിബിയാലിസി റേസസ്, കാഫ് റേസസ് ഒക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ വൈകാണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം ഷിൻ പെയിൻ എങ്ങനെ റീഹാബ് ചെയ്യാമെന്ന് പറ്റിയിട്ട്. പിന്നെ ഏകദേശം ഞാൻ ഒരു 6 കിലോമീറ്ററാണ് റണ്ണിങ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ റണ്ണിങ് ഇത്രയേ ഉള്ളൂ.